കൊണ്ട് നമുക്ക് കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വാം ലൈറ്റ് കൂടി ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഓൺ ഓഫ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബ്ലൂ ലൈറ്റ് നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഈ ഒരു സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് എന്താണ് നല്ലൊരു സൺലൈറ്റുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഫുള്ളി ചാർജ് ആയിട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ആർബടെക് വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞിരുന്ന ഒരു മൾട്ടി പവർ ബാങ്ക് വിത്ത് സോളാർ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പാർട്സുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. എന്നാലും ഞാൻ ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പൊ നമ്മൾ അതിനോടുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ ടെക് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ ഷോർട്ടിൽ അവതരിപ്പിക്കുന്ന ഐറ്റം നമ്മുടെ സോളാർ പാനൽ. അപ്പോൾ ഈ ഒരു 6 വോൾട്ടിന്റെ സോളാർ പാനൽ ഞാനിത് സോൾഡർ ചെയ്ത് വെച്ചേക്കാൻ വേറെ ഗമ്മോ കാര്യങ്ങളൊന്നും വെച്ചുള്ള ജസ്റ്റ് സോൾഡർ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിൽ വരുന്ന ഈ ഒരു പാനലായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വയർ ജസ്റ്റ് സോൾഡർ ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കണക്ഷൻസ് കൊടുത്തുള്ളൂ. ഈ ഒരു ബോർഡ് നമുക്ക് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് നമ്മളെ ചാർജിങ് മൊഡ്യൂളാണ്. അതായത് സി പോർട്ട് വരുന്ന നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പറാണ്. അതായത് ഇത് 5 വോൾട്ട് സപ്ലൈ ഇൻ വരുന്നെങ്കിൽ ഔട്ട് വരുന്നത് 12 വോൾട്ട് ആണ് ഇതിന് വരുന്നത്. അപ്പൊ 12 വോൾട്ട് ചാർജിങ് ബൂസ്റ്റർ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യാനായിട്ട് ലിഥിയം ബാറ്ററി അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം, 2600 mAh ക്ലിയർ ആവുന്ന 2600 mAh 3 ബാറ്ററീസ്. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന 2 ബട്ടൺ ലൈറ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 2.4 വാട്ട്സ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ പ്രകാശം ഉണ്ടാവും. വൈറ്റും വാമും എടുത്തിരിക്കണം. നമുക്ക് രണ്ട് ഡിഫറെന്റ് ലൈറ്റ് ആയിട്ട് കത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെന്റ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി നമ്മളൊരു 3 വേ സ്വിച്ച്, അതായത് ഇപ്പോൾ ഒരു സെൻട്രൽ നമുക്ക് ഓഫ് ആണ്. അതുപോലെ തന്നെ സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓൺ. നമുക്ക് സെക്കൻഡ് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തേക്ക് ഓൺ. അപ്പോൾ സെൻട്രൽ ഓഫ്. അതാണ് നമുക്ക് 2 വേ 2 വേയിൽ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, നമ്മൾ പവർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൊഡ്യൂളിലേക്ക് ഓൺ ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതാണ് നമ്മളെ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതായത് നമ്മളെ ബാറ്ററി ബാക്കിൽ നിന്ന് വരുന്ന 12 വോൾട്ടിനെ 5 വോൾട്ട് ആക്കി മാറ്റുന്ന മൊഡ്യൂളാണ്. ഇത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ BMS ആണ്. അതായത് ഈ ഒരു ബാറ്ററി പാക്കിനെ നമുക്ക് സെറ്റ് ആയിട്ട് 12 വോൾട്ട് ആക്കി മാറ്റണമെങ്കിൽ ഈ ഒരു BMS മൊഡ്യൂൾ വേണം. അപ്പോൾ ഈ ഒരു BMS മൊഡ്യൂളിന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബാറ്ററിനെ ലിങ്ക് ചെയ്തിട്ട് 12 വോൾട്ട് സപ്ലൈ തരാം. ബാറ്ററി ബാലൻസ് ചെയ്യുക, ചാർജിംഗ് ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 0.5 വരുന്ന വരുന്ന വയർ, അത് ഇതുപോലെ തന്നെ ഇത് സ്പീക്കർ വയർ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ വയറൊക്കെയാണ്. അതുപോലെ തന്നെ സാധാ വയർ നമുക്ക് യൂസ് ചെയ്യാം, നല്ല വയറുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനോട് ഞാൻ നല്ല വയർ യൂസ് ചെയ്യുന്നുണ്ട്, മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ PC പ്ലാസ്റ്റിക്കിന്റെ തന്നെ വരുന്നതാണ്. നമുക്ക് ഈ ഫൈൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതുപോലത്തെ ബോർഡ് നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസുകളാണ്. അപ്പോൾ ഇതൊരു 5 ഇതിന്റെ വീതി എന്ന് പറയാൻ കാണിച്ച സ്കെയിലിൽ നമുക്കിത് വരുന്നത് 5 ഇഞ്ച് നീളവും നമുക്ക് 3 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പ്ലേറ്റ് ആണ്. ഇതാണ് മുകളിലും താഴെ വരുന്ന പ്ലേറ്റ്. ഇത് അടിവശത്ത് വരുന്ന പ്ലേറ്റ്, ഈ പാനൽ സെറ്റ് ചെയ്യുന്ന മുകൾ വശത്ത് വരുന്ന പ്ലേറ്റ്. ഇത് ഈ പീസ് ഇത് 2 സൈഡിൽ നമുക്ക് ഒട്ടിക്കാനുള്ള പീസാണ്. ഇത് അതിന്റെ 2 എൻഡിലായിട്ട് വരുന്ന പീസുകൾ. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂൾസിന്റെ ചാർജർ സ്ലോട്ടുകൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. നമുക്ക് ഇതിന്റെ ഏത് ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് അതിന്റെ ഒരു കട്ടിങ്സ് കൊടുക്കണം. നമുക്ക് ബാറ്ററി ബാക്ക് ഗമ്മിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സോൾഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു മേഖലയ്ക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഫസ്റ്റ് നമുക്ക് ബാറ്ററി പാക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഓരോ ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്ത് മൊഡ്യൂൾസുകൾ കൊടുക്കണം, ലൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് സെറ്റ് ഇതിനായിട്ട് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് സോൾഡറിംഗ് ഉണ്ട്, ലെഡ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് ഒക്കെ ആയിട്ട് മൾട്ടിമീറ്റർ ഉണ്ട്. പിന്നെ ഫ്ലക്സ് ക്യൂക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോർഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് ക്യൂക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ സ്ലൈഡിങ് കത്തി നമ്മളുണ്ട്, എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമായിട്ട്. പിന്നെ ഗ്ലൂ ഗൺ സ്റ്റിക്ക്, അതായത് ഗ്ലൂ ഗൺ ഉണ്ട് കാണിച്ചത്. ഗ്ലൂ ഗൺ ഉണ്ട്. നമുക്ക് ഈ ബോർഡ്, അതായത് ഈ ഒരു PCB ബോർഡ്, ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബോർഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് സെറ്റ് ആവും. പിന്നെ നമ്മളെ ഹീറ്റിംഗ് അയൺ, അതായത് സോൾഡറിങ് അയൺ നമ്മളിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഹീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് കിടക്കാം. വയർ എടുത്തിട്ടുണ്ട്, സോൾഡർ ചെയ്യാനായിട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററിയിൽ നമുക്ക് ടെർമിനൽസ് നോക്കാം. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. നമുക്ക് ഇതൊന്ന് തിരിച്ചു വയ്ക്കാം. പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സോൾഡർ ഉണ്ട്. അതായത് ഈ ഒരു പോസിറ്റീവ് ടു നെഗറ്റീവ് സോൾഡർ ചെയ്യുന്നത്. പിന്നെ ഈ ബാറ്ററി തിരിച്ചു വെച്ചിട്ട് ഇപ്പർ സൈഡിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ബാറ്ററി നമുക്ക് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കൽ മാത്രമല്ല നമ്മൾ ഈ ഇതിൽ വെച്ച് നോക്കാം. നമുക്ക് ഈ ഒരു സൈസിൽ കറക്റ്റ് ബാറ്ററി അകത്ത് നമുക്ക് ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് അളവ് കറക്റ്റ് ആണോ നോക്കാം. ഈ ബോർഡിൽ സെറ്റ് ആവില്ല എന്നുള്ളത്. ഓക്കെ, കറക്റ്റ് ആണ്. അവിടെ ചെയ്യണത് നമുക്ക് ഇതിലൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ബാറ്ററി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ബാറ്ററി ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ
ബാറ്ററിയുടെ സൈഡിലായിട്ട് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആദ്യം 2 ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ, ഗം വെച്ചിട്ടുണ്ട്. അടുത്ത ബാറ്ററി കൂടെ ഒന്ന് വെച്ചിട്ട് ഒരുമിച്ചെടുക്കാം. ഈ ബാറ്ററി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കമ്പയർ ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി. ഓക്കെ, അതൊന്ന് ടൈം കൊടുക്കുക. കാരണം ഇതൊന്ന് സെറ്റ് ആവാനായിട്ടൊരു 2 minutes നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഒന്ന് ഇതുണങ്ങി ഒന്ന് സെറ്റ് ആവണം, എന്നാലേ ഇതൊന്ന് കറക്റ്റായിട്ട് ഫിക്സ് ആവുള്ളൂ. അപ്പോൾ ബാറ്ററി നമുക്ക് ഇതുപോലെ സ്റ്റഡി ആയിട്ട് വെച്ച ശേഷം നമുക്ക് പേസ്റ്റ് എടുത്തിട്ട്, അതായത് ഫ്ലെക്സ് പേസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് ടെസ്റ്റർ ഉപയോഗിച്ച് കുറച്ച് ഫ്ലെക്സ് പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ടെർമിനൽ ഭാഗത്തൊന്ന് കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് സോൾഡറിങ് ഇങ്ങനെ ലെഡ് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗത്തും പേസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ പേസ്റ്റ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സോൾഡറിങ് എടുക്കാം. നമ്മുടെ ലെഡ് എടുത്തിട്ട് അതിന് സോൾഡറിങ് ഹീറ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, നല്ലപോലെ ഹീറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിയിൽ ഇതൊന്ന് പിടിക്കണം നന്നായിട്ട്. ഓക്കെ, ബാറ്ററിയിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ 35 വാട്ട്സിന്റെ സോൾഡറിങ് യൂസ് ചെയ്യണം കേട്ടോ. ചെറിയ സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സോൾഡറിങ് അതിൽ കറക്റ്റായിട്ട് പിടിക്കണമെന്നില്ല. കാരണം ആ ഒരു ടെമ്പറേച്ചർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാറ്ററി സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെൽഡിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് സോൾഡറിങ് ആണ് യൂസ് ചെയ്യുക. വലിയ വലിയ പർപ്പസിൽ വരുമ്പോഴാണ് എന്താണ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ലീവ് ഒക്കെ പൊട്ടിപ്പോകും, ഹീറ്റ് ആവും ഈ ഒരു സോൾഡറിങ് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് ബാറ്ററിയിൽ കൂടുതലായിട്ട്. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ സെറ്റ് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഇനി സോൾഡർ ചെയ്യാൻ എടുത്തിട്ട് നൈസായിട്ട് നമുക്ക് ഇതൊന്ന് ഈ വയറിന്റെ ഈ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നേരെ നമുക്ക് ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇപ്പുറത്ത് നമുക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് വോൾട്ടേജ് നോക്കേണ്ടത് ഈ അറ്റത്തെ നെഗറ്റീവും ഈ അറ്റത്തെ പോസിറ്റീവും വെച്ചിട്ടാണ്. അപ്പൊ ഇതിന് തമ്മിലുള്ള വോൾട്ടേജ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, 12 വോൾട്ട് സപ്ലൈ ഉണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോപ്പറിന്റെ വയർ ക്ലാവ് പിടിക്കില്ല. ഈർപ്പം തട്ടിയിട്ട് ഈ ഒരു കണക്ഷൻ അപ്പോൾ ഡാമേജ് ആവില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു കോട്ടിംഗ് ആയിട്ട് കൊടുക്കും. ഇത് നമ്മൾ കോട്ടിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ഇതൊരു കോട്ടിംഗ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതിപ്പോ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ പുറത്തേക്ക് ക്ലാവ് പിടിക്കുക, കണക്ഷൻ ഫംഗസ് വരെ അങ്ങനെ ചെയ്യില്ല. ഈർപ്പം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പർ വയർ വെച്ചാണ് കണക്ട് ചെയ്തേക്കണം. അപ്പൊ അതിൽ വേറെ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഇപ്പൊ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ 2 വയർ പുറത്തേക്ക് എടുക്കണം. 2 വയർ നമ്മൾ കണക്ട് ചെയ്യണം. 2 വയർ നമുക്ക് എടുക്കാം. ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് കുറച്ച് വയർ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ വയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗം വിടിച്ചെടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കണം. ഓക്കെ, 2 വയർ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഈ യെല്ലോ കോട്ടിംഗ് ഉള്ളത് നമുക്ക് പോസിറ്റീവും വൈറ്റ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇതിന്റെ എൻഡ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ബാറ്ററിയിലോട്ട് സോൾഡർ ചെയ്യാൻ പോകുന്നു. ഇത് പോസിറ്റീവ് സൈഡാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക്
വയറൊന്ന് ലെഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. സോൾഡർ ആയി കറക്റ്റ് സോൾഡറിങ് പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ ഞാൻ വയറിൽ വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്ത് പിടിക്കാം. കണ്ടോ, വിട്ട് പോരില്ല. അപ്പൊ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സോൾഡറിങ്. അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ചാർജ് ആവില്ല. ഇങ്ങനത്തെ കുറച്ച് കംപ്ലൈൻസുകളൊക്കെ ഇനി വരും. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവിടെ ഞാനൊരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് BMS എന്നുള്ളൊരു കണക്ഷൻ ഇതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരു വയറിന്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് BMS കണക്ട് ചെയ്യാന്നുള്ളതാണ്. ബാറ്ററിയിൽ നമുക്ക് BMS കണക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ നോക്കാം, BMSലെ കണക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഈ BMSൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഇവിടെ നമ്മൾ ഔട്ട് കൊടുക്കേണ്ടത്, പുറത്തേക്കുള്ള 12 വോൾട്ട് ഔട്ട് കൊടുക്കേണ്ടത്. ഇന്ന് വരേണ്ടത് നമുക്ക് കണക്ഷൻസ് ഇവിടെയാണ് ഇന്ന് വരേണ്ടത് നമുക്ക്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താണ്, ഇതിൽ ലിങ്ക് ചെയ്യണം. അപ്പൊ ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ 4.2 വോൾട്ട് ഇതിൽ ലിങ്ക് ചെയ്യണം, 8 പോയിന്റ് ഇവിടെ ലിങ്ക് ചെയ്യണം, അതുപോലെ തന്നെ 12 വോൾട്ട് ഇവിടെ ലിങ്ക് ചെയ്യണം. ഇതിൽ അങ്ങനെ 3 കണക്ഷൻസ് ഇതിൽ നമുക്ക് ലിങ്ക് ചെയ്യണം. ഈ BMS നമുക്ക് ഈ ബാറ്ററിയുടെ ഈ മണ്ടക്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു നീളത്തിൽ തന്നെ സെറ്റ് ചെയ്യാം, എന്നാലേ കണക്ഷൻ പോകും. അപ്പൊ എവിടെയും ഷോർട്ട് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഹൈറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പൊ ചെറിയൊരു പീസ് ഈ ഒരു PCB ബോർഡിന്റെ അല്ലെങ്കിൽ ഫൈൻ ബോർഡ് ഒരു പീസ് എടുത്തിട്ട് അതിന് മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ ഒരു പീസ് ഞാൻ ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് ഈ ഒരു പീസ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കണക്ഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ OB കാണാൻ പറയും. ഇവിടെ നമുക്ക് നെഗറ്റീവ്, അതായത് ഈ ഭാഗത്ത് വന്നിരിക്കുന്ന നെഗറ്റീവ് കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ 4.2 എന്ന് പറയുന്നത്, അതായത് ഇവിടെ നിന്ന് 3.2 എന്ന് വെച്ചാൽ ഒരു ലിങ്ക് വോൾട്ട് ആണ്, അതായത് ഒരു സെല്ലിന്റെ ബാറ്ററി വോൾട്ട്. അപ്പൊ ബാറ്ററി വോൾട്ടിന്റെ 4.2, അതായത് ഇവിടെ നിന്നുള്ള പോസിറ്റീവ്. ഈ ലൈനിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് വായിക്കണം. ഈ ലിങ്കിൽ നിന്ന് നമ്മൾ ഈ 4.2 എന്ന് കാണിക്കുന്ന 4.2 കാണിക്കുന്ന ഈ ഒരു കണക്ഷൻ ആയിട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് 8.4 കാണില്ലേ, 8.4 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ടും കൂടി ഒന്നിച്ച് വന്നിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു രണ്ട് ബാറ്ററി കൂടി ചേർന്ന് ഇപ്പുറം വരുമ്പോൾ 8.4 വോൾട്ട് ആവും. അപ്പൊ ഈ ഒരു ലിങ്ക് നമ്മൾ ഇപ്പുറത്ത് സോൾഡർ ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ ഇപ്പുറ സൈഡിൽ സോൾഡർ ചെയ്തിരിക്കുന്ന കണക്ഷനിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് സോൾഡർ ചെയ്യണം. ഇനി ഈ ഒരു എൻഡ് 12 വാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്ലൈ കണക്ഷൻ, ഈ ഒരു കണക്ഷൻ ഈ 12 എന്ന് ഈ ഒരു ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം വയർ. അപ്പൊ ഇത്രയും നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു BMS ഇതിൽ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ നിന്നാണ് ഔട്ട് പോകേണ്ടത്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർട്ടിൽ നിന്ന് നമുക്ക് ഔട്ട് വയർ എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഈ BMSൽ ഔട്ട് വയറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സോൾഡർ ചെയ്യും. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതിലെടുത്തിട്ട് ഇതിൽ കുറച്ച് വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഔട്ട് എടുക്കാനുള്ള വയർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹോളിലേക്ക് നമുക്ക് കോർത്തെടുത്ത് കഴിഞ്ഞാൽ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ബോർഡിനൊക്കെ എപ്പോഴും ഈ ഒരു ഹോൾ കൊടുക്കുന്നത് PCB ബോർഡ്. അപ്പൊ നമ്മൾ പോസിറ്റീവിന് ഈ ഒരു യെല്ലോ എപ്പോഴും കൊടുക്കുക, കളറുള്ളത്. അത് ഈ ഒരു ഹോളിലേക്ക് ഇതുപോലെ വയർ ഇങ്ങനെ കോർത്തെടുക്കാം. നമുക്ക് കോർത്തെടുത്ത ശേഷം ഇത് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണം. ഓക്കെ, നമുക്ക് ഇനി ആ വയർ കോർത്തെടുത്ത ഈ രണ്ട് ടെർമിനലിൽ നമുക്ക് ഇനി സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, ലെഡ് എടുക്കുക. നമുക്ക് ഈ ഒരു കണക്ഷൻസ് നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇനി ഇതിന്റെ അറ്റത്തെ കണക്ഷൻ നമുക്കൊന്നത് പിടിച്ചു വെക്കാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ കണക്ഷൻ സെപ്പറേറ്റ്. ഇപ്പോൾ BMS ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഔട്ടിലെ വയർ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. BMSലോട്ടുള്ള വയറുകളാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വയർ കുറച്ച് അടുത്ത് തന്നെ വെച്ചിട്ട് തന്നെ ഇത് സോൾഡർ ചെയ്യും. ഇപ്പൊ ഈ വോൾട്ട് എന്നുള്ള ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന വയർ ഇത്രയും വേണ്ട. അപ്പൊ ഈ വയർ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ടെർമിനൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫ്ലെക്സിൽ ഇതൊന്ന് മുക്കിയെടുക്കാം. ഇതിൽ ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിലേക്ക് നമുക്ക് കൊടുത്തിട്ടാം. നെഗറ്റീവ് വയറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ വയർ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റണമല്ലോ. ഇതുപോലെ നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിക്കാൻ പറ്റണം. ആ ലെങ്ത്തിലാണ് ഞാൻ ഇതിൽ BMSൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ എന്താണ് സോൾഡർ ചെയ്യാനായിട്ട് പോകുന്നു. നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. സോൾഡറിങ് ആണ്, ലെഡ് കൊടുക്കുക. സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. BMSന്റെ ഈ ഒരു സൈഡ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു 42 അത് ഇപ്പുറത്തേക്കാണ്. ഇത് ഈ ഒരു വയർ വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് സോൾഡർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതിൽ BMSൽ വയർ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്യും. ഈ ഒരു ഹോളിലേക്ക് കടത്തിയെടുത്തതിന് ശേഷം വയർ മടക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി 4.2 എന്നുള്ളത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇപ്പുറത്തെ വയറും കൂടെ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. കാരണം 12 വോൾട്ടിലേക്ക് കൊടുക്കാനുള്ളത്. 12 വോൾട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് സപ്ലൈ ഇവിടേക്ക് വരും. അപ്പൊ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് വയർ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇവിടെ നിന്ന് 8 വോൾട്ടിന്റെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞിട്ട് 8ന്റെ സപ്ലൈ നമുക്ക് ഇവിടെ ഈ ഒരു ലിങ്കിലാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട്
ക്രോസ് ചെയ്യാനുള്ള വയർ. അപ്പൊ അതുകൊണ്ട് നോക്കാം, ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ള വയർ വേണം. അപ്പൊ ഇതൊന്നും നമുക്ക് സ്ലീവ് കളഞ്ഞെടുക്കാം, സപ്ലൈ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഹോളിലേക്ക് ജസ്റ്റ് കടത്തിയെടുത്തിട്ട് ഇതൊന്ന് മടക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടി നമ്മൾ വയറെടുത്തിട്ട് അതുപോലെ തന്നെ മടക്കി ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ഒരു BMS ആ ഒരു സൈഡ് കൊണ്ട് ഓക്കെ, BMS ഈ ഒരു സൈഡ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി 8 എന്നുള്ള ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ട് വളച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ 4 എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്ത് ഞാൻ ബാറ്ററി തിരിച്ചു വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. വേറെ നമുക്ക് വെച്ചിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ BMS നമുക്ക് തിരിച്ചിടാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പുറത്ത് കൂടെ ചുറ്റിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം BMSന്റെ ഫുള്ള് കണക്ഷൻസ് നമ്മളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട BMS ഔട്ട് വരുന്നുണ്ടെന്നാണ്. നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് നേരെ ചെക്ക് ചെയ്യാൻ പോവാണ്. മൾട്ടിമീറ്ററിൽ നമുക്ക് വോൾട്ടേജ് നോക്കാം. ഓക്കെ, 12 വാൾട്ട് കറക്റ്റ് ആയിട്ട് സപ്ലൈ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ നോക്കിയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് ഗമ്മി എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ കൊടുത്തു ഈ ഒരു OB എന്ന് പറഞ്ഞിടത്ത് നെഗറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് വയർ പോയി കാണാൻ കഴിയും. ഈ അറ്റത്ത് നിന്നും ഇവിടേക്ക് ഇതാണ് നെഗറ്റീവ് ബാറ്ററിയുടെ ടെർമിനൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 4.2 എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അത് ഈ നെഗറ്റീവ് കണക്ട് ചെയ്ത ഇതേ സെല്ലിന്റെ അറ്റ ഭാഗം ജോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് 4.2 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 8.4 എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ ഇപ്പുറത്തേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ 2 ബാറ്ററി ലിങ്ക് ചെയ്തിരിക്കുന്നതിന്റെ സെൻട്രൽ ഭാഗത്താണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് 12 വാൾട്ട് അറ്റത്ത് വരുന്ന കണക്ഷൻ. 12 വാട്ട് വരുന്നത് നമ്മൾ ഈ പോസിറ്റീവ് ലൈനാണ് നമുക്ക് ഇവിടെ 12 വാട്ട് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു എൻഡിൽ പോസിറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 12 വാട്ട് സപ്ലൈ വരുന്നത്. ഇനി ഇതിന് ഔട്ട് പോകുന്നതാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ്. നമുക്ക് ഈ ഒരു വരുന്നതാണ് ഔട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ BMS സെറ്റിലുള്ള ബാറ്ററിയുടെ കണക്ഷൻ. ഇതാണ് നമ്മുടെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്, 12 വാട്ട് ബാറ്ററി പാക്ക്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഈ BMSൽ ഒട്ടിച്ചെടുക്കണം, ഈ കണക്ഷൻസ് ഒക്കെ നമുക്ക് സീൽ ചെയ്യണം, പ്രോപ്പർ ആക്കണം. അപ്പൊ അതൊന്നും ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ പിന്നിൽ സെറ്റ് ചെയ്തേക്കണം ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഗ്ലൂ ഗൺ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബോർഡിൽ ഉറപ്പിക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ബോർഡിൽ ഉറപ്പിക്കാൻ പോവാണ്. BMS ബോർഡിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ നേരത്തെ കണക്ട് ചെയ്തേക്കണം ഈ കണക്ഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ പോകും. തമ്മിൽ യാതൊരുവിധ കോൺടാക്റ്റുകൾ വരാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു നെഗറ്റീവിന്റെ കണക്ഷൻസ് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഇവിടെ ഞാനിതൊന്ന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തെടുത്തു. വയറുകളൊക്കെ തമ്മിൽ മുട്ടിച്ചു വെക്കാനുണ്ട്. വയറുകളൊക്കെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഇനി ഇപ്പുറത്തെ സൈഡിലും നമ്മളിവിടെ കണക്ഷൻസ് കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പോസിറ്റീവ് കണക്ഷന്റെ വയർ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒതുക്കിയെടുക്കുക. സൈഡിലേക്ക് ഒതുക്കിയെടുത്ത് കഴിഞ്ഞാൽ മുന്നോട്ട് അത് ഒതുക്കിയെടുത്തിട്ട് ഇവിടെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ഈ BMSന്റെ കണക്ഷൻസ് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഓരോ ടെർമിനലും കണക്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ പോകും. കാരണം ഇവിടെ ക്ലാവ് പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോപ്പർ ആയതുകൊണ്ട് എങ്ങനെ വന്നാലും ഈർപ്പം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലാവ് പിടിച്ചിട്ട് കണക്ഷൻ കട്ടാവും. അപ്പൊ അതില്ലാതിരിക്കാണ്ട് നമ്മൾ എന്താണ് എല്ലാ കണക്ഷൻസും നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിന് ഇതുപോലെ തന്നെ കവർ ചെയ്യാണ്ട് പേസ്റ്റുകളൊക്കെ ഉണ്ട്, അത് കിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇത് മൊത്തത്തിൽ ഒരു കവറിങ് കൊടുത്തു കഴിഞ്ഞു. അതായത് പിന്നെ ബാറ്ററി തമ്മിൽ ഷോർട്ട് ആവും എന്നുള്ള ഒരു ഇത് നമുക്കിനില്ല. കാരണം നനഞ്ഞിട്ട് കോണ്ടാക്ട് ഒക്കെ വന്നിട്ട് ഷോർട്ട് ആവും നമുക്ക് നോക്കാനില്ല. എല്ലാം കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ബാറ്ററി പാക്കിന്റെ കണക്ഷൻസ്. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചാണ് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത്, ഒട്ടിച്ചെടുത്തിരിക്കുന്നത്, സീൽ ചെയ്തിരിക്കുന്നത് എല്ലാം ഗ്ലൂ ഗൺ വെച്ചാണ്. പിന്നെ നമുക്ക് നമ്മുടെ കേസ് തയ്യാറാക്കണം. ഈ ബാറ്ററി വെക്കാനും ഉള്ള കേസ് തയ്യാറാക്കണം. നമുക്ക് ബാറ്ററി പാക്കാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യത്തെ ഒരു ഇതിൽ ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മൾ സോളാർ പാനലിൽ വെച്ചിരിക്കുന്ന ഈ ഒരു മോഡ്യൂൾ ഉണ്ടല്ലോ, ഇതൊന്നും നമുക്കൊന്ന് ഗം ചെയ്തെടുക്കാൻ കിട്ടാം. അപ്പൊ ഈ ഒരു ഞാൻ സോൾഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, അത് കറക്റ്റ് ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊന്ന് ആദ്യം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇത് ഉൾഭാഗത്തേക്ക് ഒന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്.
ഓക്കെ, ഇതുണ്ടല്ലോ ഇതുപോലെ കണക്ഷൻ ഡാമേജ് ആക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ വയർ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട് സെന്ററിൽ. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് വയർ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ആയിട്ടിരുന്നുള്ളൂ. പിന്നെ വയർ എവിടേക്കും വിട്ടുപോരില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണക്ഷൻ നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നാലേ ഇത് ഗ്ലൂ ഗൺ ഒട്ടി സെറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊന്ന് അനക്കാതെ ഒന്ന് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ അനക്കാതെ വെക്കുന്നുണ്ട്. ഈ ബാറ്ററി പാക്ക് ഈ വയറിന്റെ മേലെ കയറ്റി വെക്കുന്നുണ്ട്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതവിടെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊഡ്യൂൾസുകളൊക്കെ ഒന്ന് നീക്കി വെക്കുക. അതായത് ചാർജിങ് മൊഡ്യൂൾ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് ബോക്സ് ഒന്ന് തയ്യാറാക്കണം. അപ്പൊ ബോക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ പാനൽ ബോർഡിൽ ഒട്ടിച്ചെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്ന പീസിൽ നമുക്ക് എന്താണ് ഒരു സൈഡ് കവർ നമുക്ക് വെച്ചതിന് ശേഷം ഫ്ലക്സ് ടിപ്പ് വെച്ച് ഒട്ടിക്കേണ്ട. അപ്പൊ സൈഡൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ഇത് വെച്ചിട്ട് ബ്ലൈഡ് വെച്ച് നമുക്ക് ചീരി കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബോക്സ് നമുക്ക് എന്താണ് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് ഫ്ലക്സ് ടിപ്പ് എടുക്കുക. ഓരോ സൈഡ് നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഫ്ലക്സ് ടിപ്പ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ണിൽ പോവാതെ നോക്കുക. ഫ്ലക്സ് ടിപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ എൻഡിൽ ആദ്യം ഒരു ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് സെറ്റ് ചെയ്യരുത്, കാരണം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ഇത് നമുക്ക് അഴിച്ചെടുക്കണം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഫ്ലക്സ് ടിപ്പ് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഈ രണ്ടിലും ബോക്സിൽ നമ്മൾ എന്താണ് ഈ രണ്ടിൽ അകത്തായിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സൈഡിൽ കുറച്ചായിട്ടുണ്ട്. ഇനി ഇത് ബെൻഡ് കാര്യങ്ങൾ എന്തെങ്കിലും തീർക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡ് പീസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഒരു പീസ് ബെൻഡ് ഇവിടെ ഒട്ടിക്കാനുള്ളതാണ്. അവിടെ ഒട്ടിക്കുക, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി പാക്കിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഞാനല്ലേ നമ്മൾ ബാറ്ററി പാക്കിന്റെ അകത്ത് സെറ്റാണ്. ബാറ്ററി പാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ കൊടുത്തിട്ട് നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന് കിടിങ്ങി കളിക്കും. ബാറ്ററി പാക്ക് ഉള്ളിൽ സെറ്റാണ്. നമ്മുടെ സോളാർ പാനലിന്റെ ഈ കവർ നമുക്ക് ഇതിൽ വെച്ച് മൂടും നമ്മൾ. ഓക്കെ, ഇങ്ങനെയാണ് സിസ്റ്റം വരിക നമ്മളെ. അപ്പൊ ഇനി സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ബാറ്ററി പാക്ക് എപ്പോഴും ഒരു സൈഡിലോട്ട് നമുക്ക് മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലായിരിക്കും. ഈ ഭാഗത്തൊക്കെ നമുക്ക് മൊഡ്യൂൾസിന്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇനി നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെയൊക്കെ വേണമെന്നുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വിച്ച് നമുക്ക് സൈഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്വിച്ചിന്റെ അളവിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യണം. സ്ക്വയറിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് 3-way സ്വിച്ച് വെക്കണം. അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച് വെക്കണം. 2 സ്വിച്ചാണ് ഈ ഭാഗത്ത്. ഞാൻ ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതായത് ഈ ഭാഗത്ത് നമ്മളെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ വരും. 2 ലൈറ്റ് കൂടി ഒന്നിച്ചാണ് ഈ ഭാഗത്ത് വരാം. ഓക്കെ, ഈ ഭാഗത്ത് 2 ലൈറ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്നിച്ച് സെറ്റ് ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് നമുക്ക് 2 സെറ്റ് ആയിട്ട് വരും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ആക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾസ്. അപ്പൊ ചാർജിങ് മൊഡ്യൂൾസ് നമ്മൾ പിൻവശത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചാർജർ മൊഡ്യൂൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇവിടെ നമുക്ക് ചാർജർ മൊഡ്യൂൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് കാണാൻ ഭാഗത്തിന് നമുക്ക് ഒരു ഹോൾ ഇടാൻ വേണം. അതായത് ലൈറ്റ് ഇൻഡിക്കേഷൻ അത് കാണാൻ വേണ്ടി സൈഡിൽ ഒരു ഹോൾ ഇടണം. നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ട് ഗ്ലൂ ഗൺ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു പീസ് വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ കഷ്ണമുണ്ട്. ഈ ഒരു കഷ്ണം സപ്പോർട്ടിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തണം. അതിലായിരിക്കണം നമ്മൾ ഈ മൊഡ്യൂൾ നിർത്തേണ്ടത്. ഒരു ടോപ്പ് ലെവലിൽ ഞാനിപ്പോൾ ഒരു മൊഡ്യൂൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാനും സുഖവും ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ പെൻസിൽ എടുത്ത് നമുക്ക് മാർക്ക് ചെയ്യും. 2 കണക്ഷൻസും 2 സൈഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരു നിശ്ചിത ഗ്യാപ്പിൽ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് വയറുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ഈ മൊഡ്യൂള് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് റെഡ് വയർ നമ്മളൊന്ന് തിരിച്ചെടുക്കാം ബാറ്ററി നമ്മൾ. ഓക്കെ, ഇനി ഇത് ഇതിലേക്കൊന്ന് കൊടുത്തെടുക്കാം. ഇതൊന്നിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പുറത്തൊന്നും ഓക്കെ, ഇപ്പൊ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടത് നെഗറ്റീവ് കൊടുക്കാം. ഇപ്പൊ പ്ലസ് വരുന്നത് ഇപ്പുറത്താണ്. ഈ ഒരു പ്ലസ് കണക്ഷനിൽ നമുക്ക് ഒരു വയർ കൂടി സോൾവ് ചെയ്ത് കൊടുക്കണം. കണക്ഷൻ ആയിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല. നമുക്കിപ്പോൾ ബാറ്ററിയുടെ സപ്ലൈ വന്നിട്ടുണ്ട്. നമ്മൾ പവർ ബാങ്കിലേക്ക്, അതായത് ഫോൺ ചാർജറിന്റെ
USB പോർട്ടിലേക്കുള്ള കണക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പോർട്ടിലേക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സോൾഡറിങ് ഇവിടെ നിന്ന് എന്തായാലും ഞാൻ വിടിയിക്കുന്നുണ്ട്. ഒരു ഇതിന്റെ പോസ്റ്റിൽ അതിനെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വിടിയിക്കും. കാരണം അത് വിടിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറെ വയറായിട്ട് കണക്ട് ചെയ്യാം. അല്ല, സ്വിച്ചിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ കൊടുക്കാൻ എഴുതുന്നത്. അപ്പൊ ഇത് വിടിയിച്ചെടുത്തിട്ട് നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ ഞാൻ പോകുന്നു. ഈ ഒരു കണക്ഷൻസ് ഞാൻ ഇപ്പോൾ വിടിയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്ക് വെച്ച് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ ബ്ലൂ ഇൻഡിക്കേഷൻ ഓക്കെ ആണ് കാണിക്കുന്നത്. ഒന്ന് ചെരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ഈ സിസ്റ്റം നമുക്ക് ഇതിന് മൊത്തത്തിൽ ഒന്നുകൂടെ നീക്കി വെക്കാം. കാരണം ഇതൊന്ന് ചാർജ് ആവാനുണ്ട്. നമ്മളിതൊന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തൊക്കെയാണ്. നമുക്കിതൊന്ന് ബാറ്ററിയുടെ കണക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി സ്വിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ആദ്യം വരുന്നത് നമുക്ക് 3-way സ്വിച്ച് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച്, ഈ ഓൺ ഓഫ് സ്വിച്ചിലേക്കുള്ള സപ്ലൈ നമുക്ക് ഇതിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ ചാർജ് മോഡ് കൊണ്ട് ഒരറ്റം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺ ഓഫ് സ്വിച്ചിലേക്ക് സപ്ലൈ കൊണ്ടുവരണം. ഓൺ ഓഫ് സ്വിച്ചിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത് ഇത് മൊഡ്യൂൾ ഇവിടെ ആയിരിക്കുള്ളൂ. അപ്പൊ ഈ ഒരു 2 കണക്ഷൻ കൂടെ നമുക്ക് കൊണ്ടുവന്നിട്ട് വേണം സ്വിച്ചിലേക്ക് കൊടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് ഇതിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു കണക്ഷനിൽ വേണം നമുക്ക് ബ്ലൂ ഗൺ ഒന്ന് അപ്ലൈ കൊടുക്കാം. ഓക്കെ, കണക്ഷൻസിൽ വേറെ ഒന്ന് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇതിന്റെ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ ബാറ്ററി നമ്മൾ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ബാറ്ററി ഇളകി കളിച്ചോണ്ടിരിക്കും. നമുക്ക് ബാറ്ററി ഒന്ന് ഉറപ്പിക്കാം. ബാറ്ററി ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ നമ്മൾ അകത്തേക്ക് കുറച്ചൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാറ്ററി നമ്മളൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാനുള്ളൊരു കണക്ഷൻ നമ്മൾ ബോക്സിൽ കട്ടാക്കി എടുക്കണം. സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തും കുറച്ച് ഗം വെച്ച് കൊടുത്തു, അത് സെറ്റായി. ഈ ഒരു ലൈറ്റ് 2 വയർ പോകാൻ ഭാഗത്തിന് കട്ടിങ്, അത് നമുക്ക് ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ വയറാക്കി. എന്നിട്ട് ഇതിന്റെ നെഗറ്റീവ് കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യുന്നത്. ഇപ്പുറത്തെ ലൈറ്റിന്റെ നെഗറ്റീവ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊന്നിച്ച് ഇതിങ്ങനെ നമ്മൾ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണക്ഷൻ ഒന്ന് സോൾഡർ ആയിട്ടുണ്ട്. ഈ വരുന്ന മെയിൻ ലൈൻ ഇതിലെടുത്തിട്ട് നമ്മളൊരു സെന്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ലെഗിന് ഹോൾ ഉണ്ട്. ആ ഹോളിന്റെ അകത്ത് കൂടി നമ്മൾ ഈ വയറൊന്ന് കോർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾഡറിങ് അടിപൊളിയായിരിക്കുള്ളൂ. നമ്മളെ ഫ്ലെക്സർ ഇതിലാക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ വയർ സാധനം മടക്കിയെടുക്കുന്നത് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ സോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് പക്കയായിട്ട് സോൾഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പക്ക ഈ സ്വിച്ച് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ കണക്ഷനാണ്. അത് ഈ വയർ ഒന്ന് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഒരു വയർ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഈ സ്വിച്ച് നമുക്ക് ഇതൊന്ന് നേരത്തെ നമ്മൾ സോൾഡർ ചെയ്തെടുത്ത പോലെ തന്നെ ഇതിലേക്ക് മടക്കി സെറ്റ് ചെയ്യുക. കുറച്ച് ഫ്ലെക്സ് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. സോൾഡറിങ് പക്കയിൽ പിടിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഫ്ലെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് ലെഡിലാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾഡറിങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കണക്ഷൻ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ വൈറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, വാം ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ കൊടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് മൊത്തത്തിൽ ഷോർട്ട് ആയി പോകും. അപ്പൊ ഷോർട്ട് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇൻസുലേഷൻസ് പ്രോപ്പർ ആക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്.
USB ചാർജിങ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ USB മൊഡ്യൂൾ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നമുക്ക് USB കറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് കോർണറിലായിട്ട് തന്നെ നമ്മൾ ആ മൊഡ്യൂൾ കറക്റ്റ് കേബിൾ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ആ ഒരു അളവിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫ്ലക്സ് വെച്ച് ഒട്ടിക്കണതിന് മുന്നായിട്ട് നമ്മൾ ചെറിയൊരു പീസ് അവിടെ സെറ്റ് ചെയ്തു ഫൈൻ ബോർഡിൻ്റെ തന്നെ. പിന്നെ അതിൻ്റെ എൻഡ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കട്ടിങ് കൂടി കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ മൊഡ്യൂൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൽ സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം ബാക്ക് സൈഡിൽ ചെറിയൊരു സപ്പോർട്ട് കൂടി കൊടുത്തു. നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പോകാതിരിക്കാനായിട്ട് ഫ്ലെക്സ് ട്യൂബ് വെച്ചിട്ട് ചെറിയൊരു പീസ് അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ കൂടുതലായിട്ട് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒട്ടിയിരിക്കാനും പിന്നെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. സ്വിച്ചിൻ്റെ ഓരോ ടെർമിനലൊക്കെ നമ്മൾ കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പടിച്ചിട്ടോ വയറുകൾ തമ്മിൽ കോൺടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പിന്നുകളിലും ജോയിൻറ്റുകളൊക്കെ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഇൻസുലേഷനായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫുള്ള് ഗ്ലൂ ഗൺ തന്നെയാണ് നമ്മൾ വയർ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തും ഗ്ലൂ ഗൺ സ്റ്റിക്കിൽ ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ നല്ലൊരു ഒരു മൊഡ്യൂൾ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, നമ്മളെല്ലാ പാർട്സും അതായത് നമ്മളെല്ലാം ഗ്ലൂ ഗണ്ണിൽ കവർ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം നമുക്ക് ഉൾവശത്തായിട്ട് സ്വിച്ചസുകൾ, അതുപോലെ തന്നെ BMS മൊഡ്യൂൾ, പിന്നെ നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ എല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നമ്മൾ എന്താണ് ഇൻസുലേറ്റ് ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഷോർട്ട് ആവാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പൺ അതായത് സോളാർ പാനൽ വരുന്ന ഈ ഒരു മൂടി നമുക്ക് എന്താണ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ചാർജിങ്ങിലാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇത് വിടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചേരം കൂടെ ചാർജ് ഇടാം. അപ്പോൾ എന്തായാലും ഈ ബാറ്ററി വെറുതെ ഇരുന്നുകൊണ്ട് ചാർജ് ഒട്ടില്ല. അപ്പോൾ നല്ലപോലെ ചാർജ് ആണോ അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് ഫുള്ള് വർക്കിംഗ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വർക്കിംഗ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ വാം ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും വാമും. ഇപ്പോൾ ഇത് വാമും, നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ ഈ ഒരു ലൈറ്റിങ് കത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കൂടെ നമുക്ക് ഈ സൈഡിൽ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കൂടെ നമുക്ക് സൈഡിൽ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടുത്തൊരു പാർട്ട് നമുക്ക് വിഷ്വലായിട്ട് കാണാം. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൂ ഗണ്ണിൻ്റെ ഗം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ബ്ലൂ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഇതൊന്ന് ചെത്തി, അതായത് ബ്ലേഡിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെവലിന് കട്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമുക്ക് മുകളിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ പവർ ബാങ്കിൻ്റെ, അതായത് നമ്മുടെ ഫോണിലേക്കുള്ള സപ്ലൈ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു താഴെ വരുന്ന ഈ ഒരു സൈഡിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ. അപ്പോൾ അത് നമുക്ക് ബ്ലൂ ലൈറ്റ് കാണാൻ കാണിച്ചു ആണ്. ഈ ഒരു ബ്ലൂ ലൈറ്റ് നമുക്ക് കത്തുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്, പവർ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടോയെന്ന് അറിയാനായിട്ട് മുകളിൽ ഞാനൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ വഴി നമുക്ക് ആ ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാനായിട്ട് കഴിയും. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേലെ ഭാഗത്തേക്ക് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഗ്ലൂ ഗണ്ണ് ഞാൻ അകത്തേക്ക് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യും. അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മേളിലേക്ക് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഗം ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോകുന്നു. മൊത്തം നമ്മളെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് പിടിച്ചിട്ട് ഈ ഒരു ഫ്ലെക്സ് ട്യൂബ് ഒക്കെ കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പൊട്ടാത്തത് കൊണ്ടാണ്. നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ സൈഡിൽ ഫ്ലക്സ് പോയിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്ട്രോങ് ആവും. ഓക്കെ, ആ ഒരു സൈഡ് നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെയും നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് ബ്ലേഡിന് ഈ ഗം വെച്ച ഈ ഒരു ഭാഗമല്ലോ ഞാൻ പറഞ്ഞ ലെവലിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു അകത്തുനിന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാനായിട്ട് പറ്റും. ചാർജ് കാണിക്കുന്ന ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു സെയിം സിസ്റ്റം ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. അകത്തേക്ക് ഗ്ലൂ ഗൺ പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അകത്തേക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവും ഇതിനകത്തെ എയർ ബബിൾസ് ഇല്ലാതെ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വാം ലൈറ്റ് കത്തുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഈ ഒരു ചാർജിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്താണ് അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഇനി ഒന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊന്ന് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ ഫുള്ള് ബാക്കിയൊന്ന് സിസ്റ്റമൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ ഐറ്റം അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചാർജായി ഫുൾ ചാർജ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വർക്കിംഗ് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സോളാർ ലൈറ്റ് ഉണ്ട്, ചാർജിങ് ഉണ്ട്, USB C പോർട്ട് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വിച്ചസുകൾ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഈ ഒരു പോർട്ടബിൾ എമർജൻസി വിത്ത് സോളാർ സപ്പോർട്ട്, അതുപോലെ തന്നെ മൊബൈൽ ചാർജർ, അതായത് പവർ ബാങ്ക് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഒരേ ടൈമിൽ തന്നെ നമുക്ക് വാം ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, അങ്ങനെ 2 ഓപ്ഷൻസാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സപ്ലൈ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാം ലൈറ്റ് യൂസ് ചെയ്യാം. അതുമല്ല നമുക്ക് കണക്ഷൻ ഇടിച്ചുകൊണ്ട് നമുക്ക് കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വാം ലൈറ്റ് കൂടിയുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഓൺ ഓഫ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബ്ലൂ ലൈറ്റ് നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഈ ഒരു സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് എന്താണ് നല്ലൊരു സൺലൈറ്റുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഫുള്ളി ചാർജായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.